നമസ്കാരം 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 ഡബ്ലിൻ ബല്ലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കുറച്ച് നടക്കാനൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡോളിമോൺ ബീച്ചിൻ്റെ അടുത്ത് പോകണം, അതുപോലെ ക്രെഡിറ്റ് യൂണിയനിൽ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഒപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാര്യങ്ങൾ കാണിക്കാം. നമ്മൾ പോയ ബീച്ചാണ് ഡോളിമോണ്ട്. ഇതിനു മുന്നേ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ബീച്ചാണ് ഡോളിമോണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബീച്ചാണ്. അതുപോലെ നിങ്ങൾ കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞൊരു ബീച്ചാണ്. അവിടെയാണ് നമ്മൾ ഇനിയും പോകാൻ പോകുന്നത്. സോ ഇന്നിപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നത് നമുക്കറിയാലോ, പെട്ടെന്നായിരിക്കും ക്ലൈമറ്റ് ഒക്കെ മാറുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ദിവസം നോക്കുമ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഓഫ് ഡേ ആണ്. അപ്പോൾ നിങ്ങളെ കൂടെ ക്ഷണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. സോ കുറച്ചൊക്കെ ഫോൾസ് ഒക്കെ കാണും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈക്ക് യു നോ, നല്ല ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പം നമുക്ക് കുറച്ച് ഫോൾസ് ഒക്കെ ഉണ്ടാവും. ശ്രമിക്കുക, അതുപോലെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, വെൽക്കം ടു മൈ ചാനൽ ഡബ്ലിൻ ബല്ലു വേൾഡ്. കാലാവസ്ഥ അടിപൊളിയാണ് കേട്ടോ. ഇപ്പം തന്നെ പറയാൻ പറ്റുള്ളൂ, ഇന്നത്തേന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യണത് എളുപ്പം ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ക്ലൈമറ്റ് വളരെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ക്രെഡിറ്റ് യൂണിയനിൽ ജസ്റ്റ് പോയി. ക്രെഡിറ്റ് യൂണിയനിൽ പോയിട്ട് അവിടെ കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മീൻസ് പാസ്വേഡിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ഓൺലൈൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ സെൻറ്റ് ആൻസ് പാർക്കാണ്. എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് സെൻറ്റ് ആൻസ് പാർക്ക്. അപ്പം ഇതും സെൻറ്റ് ആൻസ് പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഈ വഴിക്കൂടെ വന്നിട്ടാണ് കടൽ തീരത്തേക്ക് നമ്മൾ പോകുന്നത്. വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഏകദേശം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും കാലാവസ്ഥ കുറേ മാറിയിട്ടുണ്ട്. ഏകദേശം വീണ്ടും തണുപ്പായി തുടങ്ങി. ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും എങ്ങോട്ടെങ്കിലും പോകുമ്പം ഓക്കെ നല്ല കാലാവസ്ഥയാണ് പോയേക്കാന്ന് വിചാരിക്കും. പക്ഷേ പോയി കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കണം കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം. സോ അയർലൻഡിൻ്റെ ഒരു പ്രത്യേകതയാണത്. ക്ലൈമറ്റ് ഭയങ്കര വേരിയേഷനാണ് ഉണ്ടാകുന്നത്. പെട്ടെന്നായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്.
ഇവിടെ ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ അടുത്തുള്ള വഴിയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് ഈ വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ഉള്ള എല്ലാം ഡ്രൈഡ് ഔട്ടാണ്. ഇപ്പം കുറേ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പുല്ലൊക്കെ ഡ്രൈഡ് ഔട്ടായിട്ട് നിൽക്കുവാണ്. പിന്നെ ഇന്നത്തെ വീക്ക് ഡേ ആയതുകൊണ്ട് ഒത്തിരി ആളുകളും എനിക്ക് തോന്നുന്നില്ലാന്ന് തോന്നുന്നു. വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ. പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ബീച്ചിൽ ആളുണ്ടോ എന്നൊന്നും അറിയത്തില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ശരിക്കും പറഞ്ഞ ഒരു ലോങ് വ്യൂ തന്നെയാണ്. ഇവിടുന്ന് കുറേ നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം 2 കിലോമീറ്ററോളം ബീച്ചിനുള്ളിലേക്ക് നടക്കാറുണ്ട്. അത്രയും ദൂരെയാണ് നമ്മൾ ഉള്ളത്. പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ആ മേളിൽ കാണുന്ന ആ ഹില്ല് കണ്ടില്ലേ, ആ കാറ് പോണതിൻ്റെ മേളിലായിട്ട് കാണുന്നത്, അതാണ് ഹോത്തിൻ്റെ സിറ്റി. ഹോത്തിൻ്റെ ആ ഒരു ഏരിയ ആണ്. അവിടെ നമുക്ക് കടൽ തീരത്ത് ചെല്ലുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. നല്ല വെയിലുള്ള ഒരു ടൈം ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അങ്ങ് ചെല്ലുമ്പോൾ കുറച്ചും കൂടെ നല്ല വ്യക്തമായിട്ടും ക്ലാരിറ്റിയോട് കൂടി കാണാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് നാളായി ബീച്ചിൻ്റെയും കൂടെ വന്നിട്ട്. കാരണം ഞാൻ പറയില്ലേ, വർക്ക് ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങോട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് വരാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ അവധി ദിവസം കിട്ടുന്ന ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ അവധി കിട്ടുമ്പോഴാണ് സാധാരണ ഞാൻ ബീച്ചിലേക്ക് വരാറുള്ളതും ഒക്കെ ചെയ്യാറുള്ളത്. അപ്പം ഇന്നിപ്പം അങ്ങനെയുള്ളൊരു ദിവസമാണ്. കുറച്ച് ഹാപ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീച്ചിൽ വരാമെന്ന് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു പാട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ എന്താ പറയുക റീമിക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു മൂവ്മെൻറ്റ്സും ഒക്കെ വെച്ചുകൊണ്ട് ഡാൻസ് മൂവ്മെൻറ്റ്സ് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ കുറച്ച് നടത്തമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പണി പറ്റിക്കാറുണ്ട്. അപ്പം അതിനുള്ളൊരു ദിവസം കൂടെയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആൾക്കാർ ഒത്തിരി വേണ്ടി ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. ഇപ്പോൾ വെയിലും അല്ലെങ്കിൽ നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ്. നമുക്ക് ബീച്ചിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സർഫിങ്ങും അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, പാരാസൈലിങ്, സർഫ് ബോർഡിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ജെറ്റ് സ്കീയിങ് ഒക്കെ നടക്കുന്ന ഒരു ബീച്ചാണ്. ഡോളിമൗണ്ട് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കംഫർട്ടബിളാണ് സ്വിം ചെയ്യാനൊക്കെ. ബട്ട് ചില സർക്കംസ്റ്റാൻസസിൽ നമുക്ക് സ്വിം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ ആൽഗേസ് ഒക്കെ ഒത്തിരി വന്ന് അടിഞ്ഞ് ചെളിയൊക്കെ കൂടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഡോളിമൗണ്ട് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എല്ലാ ടൈമിലും നമുക്ക് ബീച്ചിൽ ആസ്വദിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ വെതർ നല്ലൊരു വെതറാണ്, എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കപ്പലൊക്കെ അടുത്ത് കണ്ടായിരുന്നു, തൊട്ടടുത്ത്. കാരണം ഇവിടെ ഡോക്കിൻ്റെ അടുത്തോടെയാണ് ബീച്ചിൻ്റെ ഒരു ഭാഗം കടന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ നമുക്ക് പറ്റും. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഡോളിമൗണ്ട് ബീച്ചിലാണ് കേട്ടോ. ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഇന്ന സൂപ്പർ കാലാവസ്ഥ എന്നറിയാം. നല്ല സണ്ണൊക്കെ ആയിട്ട് ഒരുപാട് പേരൊന്നും ഇല്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടി വളരെ നല്ല കാലാവസ്ഥയാണ്. നമുക്ക് ബീച്ചിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. സോ ഞാൻ അതുകൊണ്ടാണ് ഒന്ന് ഇറങ്ങിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിലേക്ക് ഇറങ്ങി നടന്നിട്ട് പോകുന്ന വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം കാലാവസ്ഥ കൊണ്ട് എന്തായാലും അടിപൊളിയാക്കാൻ പറ്റി. നല്ല കാറ്റുണ്ട്. പിന്നെ ഈ മണൽക്കാറ്റ്, ഞാൻ പറഞ്ഞില്ലേ, മണൽക്കാറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കണ്ണിലേക്കും മൂക്കിലേക്കും എല്ലായിടത്തും അടിച്ചു കയറും. ഷൂസൊക്കെ നമ്മൾ തവിട് ഓടിക്കും. പക്ഷേ എങ്കിൽ കൂടിയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, അടിപൊളിയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് സ്വിമ്മിംഗ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണമെന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ സ്വിമ്മിങ് ക്ലബ്ബുകളൊന്നുമില്ല. കാരണം നമ്മൾ എന്താ പറയുക, സേഫ്റ്റി ഉള്ള സ്ഥലത്ത് സ്വിം ചെയ്തെങ്കിലാണ് കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമുക്ക് നോക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സൗത്ത് പാർട്ട് ഓഫ് ഡബ്ലിനിൽ സ്വിമ്മിങ് ക്ലബ്ബുകളുണ്ട് ബീച്ചിനോടനുബന്ധിച്ച്. സോ കുറച്ചും കൂടെ സേഫാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. നമ്മൾക്ക് ധൈര്യമായിട്ട് പോയി സ്വിം ചെയ്യാം. അവരൊരു എന്താ പറയുക, ഒരു ടീമായിട്ട്, ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ സാധാരണ കടലിൽ സ്വിം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിങ് ഗ്രൂപ്പുകളുണ്ട്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. റീസെൻ്റായിട്ട് ഞാനൊരു ചെന്നൈയിലുള്ള ഒരാളെ മീറ്റ് ചെയ്ത സമയത്ത് അവൻ പറഞ്ഞു രാജിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് രാജ് എന്നോട് ഈ ക്ലബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറേ കംഫർട്ടബിൾ ആയിട്ടുള്ള ബീച്ചാണ്, അല്ലെങ്കിൽ കുറേ ആളുകൾ ഒന്നിച്ച് കൂടുന്ന ഒരു ഇടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സോ പ്രോബ്ലി ഒരു ടൈമിൽ അവിടെ പോയി മീറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ സ്വിം ചെയ്യാമെന്ന് വിചാരിക്കണം. സോ ഇവിടെയൊന്നും അത്ര സേഫ് ആയിട്ടുള്ളൊരു ഇടമല്ല.
ഇപ്പം സ്വിമ്മിങ് നന്നായിട്ട് അറിയാവുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആദ്യമായിട്ട് സ്വിമ്മ് ചെയ്യുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ കടൽ പരിചയമില്ലാത്തവരൊക്കെ സ്വിമ്മ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ അതിനൊന്നും മുതിരുന്നില്ല. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാന്നുള്ളൊരു ഇതിലൂടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പുറകെ പോലെ ഹോത്തിൻ്റെ ആ സിറ്റിയുടെ ഹോത്തിൻ്റെ ഏരിയയാണ് ആ കാണുന്ന ഫുള്ള്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം. വലിയ മില്യനേഴ്സ് താമസിക്കുന്ന ഇടമാണ്. ആക്ച്വലി ഒരു ഐലൻഡ് പോലുള്ള ഒരു ഇടമാണ് ഹോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെള്ളത്താൽ പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ആ ഒരു ഏരിയ. അപ്പോൾ അതാണ് തൊട്ട് പുറകിൽ കാണുന്നത്. ഞാൻ ഈ സൈഡിലേക്കാണ്, ഹോത്തിൻ്റെ സൈഡിലേക്കാണ് നടന്നു വന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാമെന്ന് എനിക്കറിയത്തില്ല, മണൽ ഓടിപ്പോകുന്നതാണ്. മണൽ കാറ്റ് വരുമ്പോൾ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ ഓടിപ്പോയിട്ട് അടിച്ചു കയറും. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇത് കടലിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇത്ര കാറ്റായതുകൊണ്ടാണ് ഇങ്ങനെ മണൽ ഓടിപ്പോകുന്നത്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. മുഖത്ത് അടിച്ചു കയറും എന്ന് ഉപേക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത്ര എന്താ പറയുക, അത്ര വൃത്തിയുള്ളൊരു വെള്ളമൊന്നുമല്ല ഇവിടെ. മീൻസ് ഈ ആൽഗേസ് ഒക്കെ ഒത്തിരി ഉള്ള ഒരു ഇടമാണിത്. ചില സമയത്ത് വരുമ്പോൾ നമുക്ക് കാണാം ആൽഗയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. ഇവിടെ ഒരു മെഷീൻ വരും, ആ മെഷീൻ വന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അത്ര വൃത്തിയുള്ള വെള്ളമൊന്നുമല്ല, നമുക്ക് നമ്മുടെ അടുത്തുള്ള പോലെ വൃത്തിയുള്ള വെള്ളമല്ല ഇത്, ഈ ഭാഗമൊന്നും ഇറങ്ങി കുടിക്കാൻ പാകത്തിന്. പക്ഷേ ഈ ഡോളിമോണ്ടിൻ്റെ നമ്മൾ ആ മദർ മേരിയുടെ സ്റ്റാച്ചു ഒക്കെ ഇതിന് മുന്നേ പോയില്ലായിരുന്നു. ആ സ്ഥലത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബ്ലൂ ആയിട്ടുള്ള നല്ല അടിപൊളി വെള്ളമാണ് ആ ഭാഗത്തേക്ക്. തൊപ്പിയൊക്കെ പറന്നു പോകാം കാറ്റ് കാരണം. നല്ല കാറ്റാണ്.